വാഴക്കാലമ്പഴി പറഞ്ഞോണ്ട് ഞാൻ പറയാം ഇപ്പൊ എനിക്ക് വോട്ട് ലിസ്റ്റ് കൊണ്ട് പറഞ്ഞു വൈറ്റ് പേപ്പറുണ്ട് കോട്ടയം ഗോവണൻ കോട്ടയം ഗോവണന് ഒന്ന് മഴക്കര പുഴയമ്മയുടെ മോള് പാർവതി ഒന്ന് ശാസ്ത്രജ്ഞയുടെ ഗൗരിയമ്മയുടെ മോന് നെടിയാറമ്പി കിടക്കവി എന്റെ വീട്ടിൽ കയറി രാമണ്ണോ ഞാൻ അതെന്നെ വീട്ടിൽ വന്നിട്ട് കോട്ടയെ വീട്ടുപേര് ഞാൻ രാമൂട്ടി കിടക്കുന്നു പറഞ്ഞാൽ മതിയോ എന്റെ വീട്ടിൽ വന്ന് നെടിയാറമ്പി കിടക്കുന്നു അല്ലേ പറഞ്ഞേ പറഞ്ഞോണ്ട് ഞാൻ പറഞ്ഞ ഈ വായിച്ചു എനിക്ക് വേല കിട്ടും എനിക്ക് അവിടെ കൊടുത്തരും അവിടെ കൊടുത്തരും ഞാൻ എല്ലാമല്ല എനിക്ക് കിട്ടും ഞാൻ കളയാൻ പറഞ്ഞു നെടിയാറമ്പി കിടക്ക് എന്റെ ഓർമ്മ എന്റെ വീട്ടുകാരില്ല എന്റെ അപ്പൂപ്പന്റെ കാലം പോലെ ഞങ്ങളവിടെ താമസിക്കുന്നു എന്റെ അപ്പൂപ്പന്റെ കാലം പോലെ അവിടെ താമസിക്കുന്നു ഞാൻ വിചാരിച്ചു നിങ്ങളില്ലെന്തോ അവരുടെ പേരെന്താ ഇലയാർത്തി വടക്കം വരുന്നതാണ് ഞാൻ വിചാരിച്ചു അങ്ങനെയല്ലായിരുന്നു എല്ലാവർക്കും നിന്റെ വടക്കേ അപ്പൂപ്പന്റെ അച്ഛന്റെ വലിയ അപ്പൂപ്പന്റെ കാലം പോലുള്ള പേരാ പിന്നെ ഈ വിലയ്ക്കേ കൊടുക്കത്തുള്ളൂ നീ വെറുതെ ഇരുന്ന് സമയം കളയണ്ട അവർക്ക് ഇല്ലാത്തവരൊന്നുമില്ല കോടീശ്വരന്മാരാടാ അവർക്ക് കോടിയേ 100 രൂപ ഇടുന്ന പോലെ വീട്ടല്ലേ ആണോ അവർക്ക് കോടി 100 പോലെ എണ്ണുന്നവരാ അതെവിടുന്ന് 56 സെന്റ് ഇവിടെ അത് വാങ്ങിച്ചോ 6 സെന്റ് വാങ്ങിച്ച 56 ലക്ഷത്തിനാണെന്ന് 6 സെന്റ് വാങ്ങിച്ചത് അതാ നമ്മുടെ അതിന്റെ ഇടയ്ക്കപ്പുറത്ത് മുരേന്ദ്രന്റെ കടയില്ലമ്മേ കാണുന്നേ കടയില്ലയോ പണ്ടത്തെ കളിപ്പിച്ചോ ആ സ്ഥലം പോലീസിന്റെ വിളിച്ചില്ലേ നേരത്തെ പോലീസിന്റെ വിളിച്ചു പോലീസ് അത് ഇവരുടെ ചിറ്റപ്പന മുരേന്ദ്രന്റെ ചിറ്റപ്പന അല്ല അത് നേരത്തെ മേടിച്ചിരുന്ന വിളിച്ച ഇത് മേൽക്കോട് കലക്ഷൻ ചെയ്യാൻ വേണ്ടി വിളിച്ച ഇതുകൂടെ കാശ് തിയേറ്റർ ഉണ്ടാക്കാനാണ് പറയുന്നത് അല്ലെന്ന് അപ്പുറത്ത് പോലീസിനെ വിളിച്ചിട്ട് തിയേറ്റർ നടക്കുന്നു പിന്നെ തോട്ടം സാറിനെ വിളിച്ചിരിക്കുന്നു നമ്മുടെ സുലീപ്പയുടെ റെനിയെ അറിയോ സുലീപ്പയുടെ മോനെ ഡിമ്പിളിന്റെ ഇവിടുന്ന് പഠിക്കാൻ സാധിക്കുന്നു അവിടെ വരെ ജയത്തിന്റെ സ്ഥലമാണ് ഇപ്പൊ പിന്നെ അതെടാ നീ അവർക്കൊക്കെ വേണ്ടി എന്തിനാടാ ഞങ്ങളുടെ കാശ് കളയുന്നത് നീ അല്ലടാ എന്തുവാടാ അവിടെ വരെ പറഞ്ഞിട്ട് കുറച്ച് കൊടുക്കണോ ഈ എംപയർമാരുടെ അങ്ങേരെ അവരച്ഛനോട് വഴക്കുണ്ടായി എനിക്ക് ഫുള്ള് വിലക്കത്തൊന്നുമില്ല അന്ന് അമ്പലത്തിന്റെ മുറ്റത്ത് കടന്നു ഒരു രാത്രി മുഴുവൻ അവിടെ കടന്ന് കരഞ്ഞ് ആ വെളുപ്പിൽ എഴുന്നേറ്റാണ് പോയത് അമ്മമ്മയ്ക്ക് തന്നെയോ പുള്ളിയൊക്കെ അനുഗ്രഹിച്ചതാണ് അതാ ഞാൻ പറഞ്ഞത് ഞങ്ങളുടെ വല്ല കോടീശ്വർക്ക് വേണ്ടി നീ ഞങ്ങളുടെ കൈയിട്ട് വാരാൻ പറഞ്ഞല്ലേ നീ കൈയിട്ട് വാരുമല്ല പോടാ നീ പറഞ്ഞ ഞങ്ങളിത് കൊടുത്തു കൊടുത്തത് അത് അവരുടെ വസ്തുവിന്റെ ആവശ്യം അതൊക്കെ പിന്നെ 2.5 ലക്ഷം രൂപ കിട്ടും ഒരു സെന്റ് എന്റെ സ്ഥലം നല്ലപോലെ ഇട്ടേക്കുക അപ്പം ഇട്ടേക്കുക അതിന്റെ പുറകിലുള്ളത് അവരും കൊടുക്കും
ബിസിനസ് ഒക്കെ നടത്താൻ വേണ്ടി. അപ്പൊ അവർക്കൊക്കെ പ്രയോജനപ്പെടും. ഇതിന്റെ കൂടെ ഈ പറഞ്ഞ 13 സെന്റ് കൂടി തരും അവര് തരും. അതിനകത്ത് വീടും കിടന്നും എല്ലാം അവരോട് നീ പോയി അത് അതിന് വടക്കാമ്പോൾ നമുക്ക് ഒരു 5-6 സെന്റ് ഉണ്ട്. അവിടെ വാഴ കിട്ടില്ലേ? നമ്മുടെ വാഴ കിട്ടില്ലേ? പർത്തടിയൊന്നുമില്ല. ഏതാണ്ടുണ്ട് അത് നല്ല തെങ്ങ് ഏതാണ്ടൊക്കെയാണ്. ആൾക്കാരെ അവർക്ക് കിട്ടുന്ന നല്ലതില്ല. അതിന്റെ അവിടെ ഞാൻ അരികെട്ട് ജീരാമുപ്പയും അരികെട്ട് 6 വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്തുവാ ആ തെങ്ങിന് 4 അരികെട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്നാമതരം കഴിക്കും. നീരാമ്പരം ഇട്ട് കൊടുക്കുന്നത് അതറിയാം. അവിടെ ഇപ്പൊ ഇല്ലാണ്ട് പോയിട്ട് അവനെ വിളിക്കണം, നമ്മൾ മുറിച്ചിട്ടാക്കണം. നീ കാട്ടിനുള്ളിൽ ബിസിനസ് അത് കണ്ടേ ഞാൻ പോയിട്ട് അവിടെ ജോലി ചെയ്യിച്ചോളാം. എനിക്കറിയാമോ, ഞാൻ അങ്ങനെ ചെയ്യിച്ചാ ജീവിച്ചേ. ഞാൻ കാട്ടിൽ നോക്കി അവിടെ എല്ലാം വൃത്തിയായിട്ട് കിടക്കും. ഈ അവിടെ വഴിയൊക്കെ ശരിയാക്കി കഴിയുമ്പോൾ ആ വഴിയല്ല അവിടെ എല്ലാം വൃത്തിയായിട്ട് കിടക്കും. ഞാൻ നോക്കി അതാ കാവിന്റെ അവിടെ വൃത്തിയാക്കാം. അത് ശരിയാ. അതെനിക്കറിയാം. അതൊക്കെ വൃത്തിയാക്കിക്കോളാം ഞങ്ങള്. അടുത്ത മാസം വൃത്തിയാക്കാം. അടുത്ത മാസം. എടാ നീ ആളിനെ കൊണ്ടുപോയി ഇത്രേനെ കൊടുക്കേ. ഇല്ല ഞങ്ങളുടെ ഈ യാതൊരു കാര്യവും ചോദിക്കണ്ട. 2 സെന്റിന് 2 കൊടുക്കത്തില്ല. ഞങ്ങൾക്കത് കുറിച്ച് ആരോടൊക്കെ പോയി അവിടെ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ ആൾക്കാരോട് പറഞ്ഞിട്ടുണ്ട്. അവര് പറ്റിക്കാൻ വേണ്ടിയാ. ഇല്ല ഞങ്ങളെ ആർക്കും പറ്റിക്കാൻ പറ്റില്ല. എന്താ പറ്റിക്കാനാ? എന്താ പറ്റിക്കാനാ? പിന്നെ പൈസ കടവ് പറയാം. പിന്നെ കടമെന്ന് പറഞ്ഞാലേ കടം പറഞ്ഞാൽ കൊടുക്കത്തില്ലല്ലോ. രൊക്കം പണം തരുന്നവർക്കേ കൊടുക്കത്തുള്ളൂ. അങ്ങനെ കൊടുക്കത്തുള്ളൂ. അതാ അയാൾക്ക് 1 കോടി 100 രൂപ പോലെയുള്ളു. നീ ചെല്ല്. നീ അതേ കണ്ടു പിടിക്കാം. അത് തന്നെ. അതാ നീ ചെല്ല്. നീ അവരെ ചോദിക്കാക്കാൻ ചോദിച്ച് മനസ്സിലാക്കിയേ. എന്നെ പറ്റുന്നത് എന്തിനാ വെട്ടുന്നത്? ഞങ്ങളങ്ങനെ വെട്ടുന്നവരല്ല. നീ ചെന്ന് നമ്മൾ നേരിട്ടൊന്നും പറയല്ലേ. ഞങ്ങൾ അങ്ങനെ പറയുന്നവരല്ല. നീ ഇടപെട്ടോ. ഇതിൽ കുറച്ച് കൊടുക്കത്തില്ല. അത്രേ ഉള്ളൂ. പറഞ്ഞാൽ മതി. അവര് ഒരു സെന്റ് 2 കൊടുക്കത്തില്ല. അവിടുത്തെ സത്പ്രമാണമല്ല ഉള്ളിലൊക്കെ ഒരു രസീത് വല്ല ഉണ്ട് കടയിൽ കൊടുക്കാം. പിന്നെ നീ എല്ലാം ചെയ്യല്ലേ. നീ അങ്ങനെ എന്നാ മതി കേട്ടോ. എങ്ങനെയുള്ള വസ്തു അതിൻ്റെ അകത്ത് ഓരോന്ന് എത്ര സെന്റ് വീതം എല്ലാം എഴുതിയിട്ടുണ്ട്. കട കൊടുത്താൽ മതി. കുറച്ച് കട കൊടുത്ത് കഴിഞ്ഞതാ. ഈ വർഷത്തെ ഉണ്ട് 2026. അത് കൊടുക്കണ്ടല്ലോ. അത് ഏപ്രിൽ മാസം ഈ ഏപ്രിൽ വരെ കട കൊടുക്കണ്ട. അതെനിക്കറിയാം. അത് കഴിഞ്ഞ് ഞങ്ങൾ കൊടുത്തോളൂ കേട്ടോ. കട കുടിശ്ശികയൊന്നും വരിക ഞങ്ങൾക്ക്. എല്ലാം വില വസ്തുക്കൾ കരമല്ല അതാത് അടുത്ത ആഴ്ചയിലെ ഈ പുരേടമല്ല. അങ്ങനൊന്നും ഇല്ല. അതിനെന്തോ പുരേടമായിട്ട് നിമിഷ നേരം കൊണ്ട് പുരേടമാക്കാനോ? പക്ഷേ പിന്നെ 5 സെന്റ് 10 സെന്റ് പുരേടമോ ഏതാണോ? കാരണം ഒരു ഓട്ടം വിളിച്ച് വിദ്യാഭ്യാസത്തിൽ പോയിട്ട് ശരിയാക്കാൻ വയ്യാതെ എത്ര സമയമുണ്ട്. വാങ്ങിക്കുന്നവരാണ് ചെയ്തത്. നമ്മളെന്തെങ്കിലും കഷ്ടപ്പെടുക. അത് പണ്ട് ഞങ്ങളെല്ലാം തെങ്ങുത്തി കളയാത്തേ. അത് കാണുന്നവരറിയാതെ ഇത് നില വരണമെന്നുള്ളത്. അതുകൊണ്ട് അവിടെ ആ തെങ്ങുകളും വെട്ടി കളയാത്തത്. പുരാടത്തിലെ തെങ്ങാൻ നിൽക്കുന്നത്. നീ എഴുതി അന്നേരം ഞങ്ങൾ പുരേടമാക്കി അവർക്ക് കൊടുത്തോളൂ. എഗ്രിമെന്റ് എഴുതുമ്പോൾ ഞങ്ങൾ പുരേടമാക്കി കൊടുത്തോളാം. അല്ല കാരണം 2 മാസം കൊണ്ട് ഒരു പുരേടമാക്കി. നീ വീടിന്റെ കാര്യം നോക്കി എന്തായാലും പോകാൻ നേരമില്ല. നമ്മുടെ 10 സെന്റ് പുരാടമായിട്ടാ കിട്ടേക്കുന്നത് കടത്തിൽ. എവിടെ വന്നു